നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണെന്നും അത് വാങ്ങിയ സമയത്തെ വിലയും ഒന്ന് കമന്റ് ചെയ്യാമോ? കാരണം ആ വില എത്രയാണെന്ന് ഓർമ്മയുണ്ടോന്നറിയാനാ. ഇനി ഫോണുകൾക്കൊക്കെ വില 2-3 വർഷത്തേക്ക് നന്നായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പൊ തന്നെ പല മോഡലുകളുടെയും വില ഏകദേശം ഒരു 30% ഒക്കെ വർദ്ധിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനിയൊരു ഫോൺ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസും നല്ല ക്യാമറകളും നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉള്ള ഒരു സ്റ്റൈലിഷ് ഫോൺ എടുക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ iQOO വിപണിയിൽ ഇറക്കിയിരിക്കുന്ന Z11 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നിങ്ങൾക്ക് പരിഗണിക്കാം. കാരണം മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഇത് സ്റ്റുഡൻസിന് അവരുടെ പഠനത്തിന് ഒട്ടേറെ സഹായകരമാകുന്ന അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിന്റെ ആ ഒരു ഡിസൈനും സ്പെക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ആ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇതാണ് ഫോൺ. ഇപ്പൊ പൊതുവെ കണ്ടുവരുന്ന സ്ക്വയർ കട്ട് ഡിസൈന് പകരം അൾട്രാ സ്ലിം ആയിട്ടുള്ള 3D കർവ്ഡ് ഡിസൈനാണ്. 7.99 mm മാത്രമാണ് തിക്നെസ്. മാത്രമല്ല വെയിറ്റും കുറവാണ്, 199 ഗ്രാം മാത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോൺ ഹാൻഡിൽ ചെയ്യാൻ വളരെ കംഫർട്ടാണ്. താഴെ നമുക്ക് സിം സ്ലോട്ട് കാണാം. ഡ്യുവൽ നാനോ സിമ്മുകളാണ് ഇടാനാവുക. പിന്നെ USB പോർട്ട്, മൈക്കുകൾ, സ്പീക്കർ എന്നിവയും കാണാം. ഇനി മുകൾ ഭാഗം നോക്കിയാൽ അവിടെയും ഒരു സ്പീക്കറും മൈക്കും കാണാം. വലത്തെ സൈഡില് പവർ ആൻഡ് വോളിയം കീകൾ വളരെ നേർത്ത ഡിസൈനിലുണ്ട്. റിയർ സൈഡിൽ ഡ്യുവൽ ക്യാമറ യൂണിറ്റും ഫ്ലാഷും കാണാം. പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ഷീറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള ബാക്ക് കവറാണ്. ഓറ ഗ്രീൻ എന്ന നിറമാണ് ഈ ഒരു യൂണിറ്റിന്. ഇതുകൂടാതെ സെലസ്റ്റിയൽ ബ്ലൂ എന്ന മറ്റൊരു നിറത്തിലും Z11 ലഭിക്കും. ഇനി ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ഫിംഗർ പ്രിന്റ് സ്കാനറും പഞ്ച് ഹോൾ ക്യാമറയുമുള്ള 6.83 ഇഞ്ചിന്റെ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൻ്റെത്. കർവ്ഡ് ഡിസ്പ്ലേ ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. 449 ppi ആണ് പിക്സൽ ഡെൻസിറ്റി, വളരെ ഹൈ. ഇതിന് 2000 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണുള്ളത്. ഡിസ്പ്ലേ നല്ല വൈബ്രന്റും ബ്രൈറ്റുമാണ്. 1.5K അതായത് 2800 × 1260 പിക്സലാണ് റെസൊല്യൂഷൻ. HDR10+ സപ്പോർട്ടും ഉണ്ട്. ഇനി ഇതിന്റെ പെർഫോമൻസ് സൈഡ് നോക്കിയാൽ ഈ ഒരു സെഗ്മെന്റിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന MediaTek Dimensity 7500 ടർബോ പ്രൊസറാണ് ഇതിൽ. 6GB, 8GB, 12GB എന്നിങ്ങനെ റാമുകളുള്ള മോഡലുകളുണ്ട്. 12GB വരെ എക്സ്പാൻഡബിൾ റാമും ഇതിലുണ്ട്. UFS 3.1 ആണ് സ്റ്റോറേജ്. റാം LPDDR4X ആണ്. വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റവും iQOO Z11 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് 16 അധിഷ്ഠിതമായിട്ടുള്ള OriginOS 6 ആണ് ഇതിലുള്ളത്. വളരെ സ്മൂത്ത് പെർഫോമൻസ് ആണ് നമുക്കത് തരുന്നത്. ഓഡിയോ സെക്ഷനിലേക്ക് കടന്നാൽ സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഇതിനുള്ളതെന്ന് ആദ്യമേ ഡിസൈൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അൾട്രാ ബാലൻസ്ഡ് ആയിട്ടുള്ള സിമെട്രിക്കൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കറുകളാണവ. നല്ല റിച്ച് ബേസ് കിട്ടാനായ VEQ അൽഗോരിതമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് സൗണ്ട് കേട്ട് നോക്കാം. പിന്നെ ഗെയിം കളിക്കുന്നവർക്ക് സ്പാഷ്യൽ ഓഡിയോ എൻഹാൻസ്മെന്റിനായിട്ട് ഹൈപ്പർ സെൻസ് ഓഡിയോ തുടങ്ങിയ ഫീച്ചേഴ്സും ഉണ്ട്. ഇത്രയും സ്ലിം ആയിട്ടുള്ള ഒരു ഫോൺ ആയതുകൊണ്ട് പലർക്കും സംശയം ഉണ്ടാകും ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് കുറവായിരിക്കുമെന്ന്. എന്നാൽ നമ്മൾ 2 ലക്ഷം രൂപ വരെയൊക്കെ അടുത്ത് വില കൊടുത്തിട്ട് വാങ്ങുന്ന മറ്റു ചില ആൻഡ്രോയിഡ് ഫോണുകൾ പോലെ 5000 mAh ഒന്നല്ല ഇതിൽ 7050 mAh അൾട്രാ സ്ലിം ആയിട്ടുള്ള ബാറ്ററിയാണുള്ളത്. നല്ല ബാക്കപ്പ് വരും. 44 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഇതിന്റെ ബാറ്ററിയുടെ ഉപയോഗം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ BGMI കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 7.9 മണിക്കൂർ തുടർച്ചയായിട്ട് BGMI കളിക്കാനുള്ള ബാറ്ററി ബാക്കപ്പ് ഇതിനുണ്ടാകുമെന്നാണ് കമ്പനി പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കാണുന്നവരാണ് യൂട്യൂബിലെങ്കിൽ, ആ സമയത്ത് ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞ് വെറും 5% മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ സൂപ്പർ ബാറ്ററി സേവർ ഓൺ ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഓൺലൈൻ ക്ലാസ്സുകൾ 1 മണിക്കൂറിൽ കൂടുതൽ കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് മറ്റൊരു ടെൻഷനും വേണ്ട. ഇതിന്റെ ബാറ്ററിയിലെ 5 വർഷം വരെ ലൈഫ് ഉണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷനും ഒഴിവാക്കിയിട്ടില്ലേ. ഇനി ക്യാമറ സെക്ഷൻ ഒന്ന് നോക്കാം. റിയർ സൈഡിലുള്ളത് സോണിയുടെ IMX882 എന്ന 50 മെഗാ ക്യാമറയും 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ്. നൈറ്റിലും ഡേ ലൈറ്റിലും നല്ല ഫോട്ടോകൾ എടുക്കാനാവുന്നുണ്ട് ഈ ഒരു ഫോണിൽ. ഫ്രണ്ട് ക്യാമറ 32 മെഗാ ആണ്. 4K വീഡിയോകൾ നമുക്ക് 13 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് ഇതിലൂടെ എടുക്കാം. 26mm, 39mm, 52mm എന്നിങ്ങനെ 3 സൈസുകളിൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് ഇതിലൂടെ എടുക്കാം. സാമ്പിൾ ഫോട്ടോസ് ചിലത് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഇതിന്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ആ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്താണ് ഇതിലുള്ളതെന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് ചില അഡീഷണൽ ഫീച്ചേഴ്സ് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നും എന്തൊക്കെ ഇല്ല എന്നും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഈ ഒരു ഫോൺ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫൈഡും അതുപോലെ IP68 and 69 റേറ്റിംഗുമുള്ള ഒരു ഫോണാണ്. ഇതിൽ IR ബ്ലാസ്റ്റർ ഉണ്ട്, പക്ഷെ FM റേഡിയോ ഇല്ല. റിവേഴ്സ് ചാർജിങ് ഉണ്ട്, പക്ഷെ വയർലെസ് ചാർജിങ് ഇല്ല. ഇതിൽ NFC ഇല്ല, OTG സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇതിലെ വൈഫൈ വെർഷൻ അത് 6 ആണ്. അതിലെ ബ്ലൂടൂത്ത് 5.4 ആണ്. ഇതിൽ സ്റ്റുഡൻസിന് ഏറ്റവും യൂസ്ഫുൾ ആയ ഫീച്ചറാണ് AI ക്യാപ്ഷനും AI സമ്മറിയും AI ക്രിയേഷനും ഒക്കെ. നിങ്ങളൊരു ട്യൂട്ടോറിയൽ പ്ലേ ചെയ്യുകയോ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഇതിൽ AI ക്യാപ്ഷൻസ് എന്നത് ഇതുപോലെ ഡ്രാഗ് ചെയ്തെടുത്ത് ടാപ്പ് ചെയ്താൽ
അതിൽ ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ഇതുപോലെ ടെക്സ്റ്റ് ആയിട്ട് വരും. അത് നമുക്ക് സേവ് ചെയ്യാം. അത് നോട്ട്സിൽ സേവ് ആകും. ഇനി നമ്മൾ AI സമ്മറി എന്നതിൽ അമർത്തിയാൽ അതിൻ്റെ ഒരു സമ്മറി നമുക്ക് കാണാം. ഇനി നോട്ട്സ് ഓപ്പൺ ആക്കിയിട്ട് ആ ഒരു ഫയൽ ഓപ്പൺ ആക്കി അതിലെ ടെക്സ്റ്റ് എല്ലാം സെലക്ട് ചെയ്താലേ അതിൽ AI ക്രിയേറ്റ് എന്നതിലൂടെ നമുക്കത് റീറൈറ്റ് ചെയ്ത് തരും. സ്റ്റുഡൻസിനൊക്കെ വളരെ ഉപകാരപ്രദമാണ് ഈ AI ക്യാപ്ഷൻസ് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇനി മറ്റൊന്ന്, നമുക്ക് ഈ ഒരു മൊബൈൽ PC-യുമായിട്ടോ മാക്ബുക്കുമായോ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വൈഫൈ ഉപയോഗിച്ചും USB കേബിൾ മുഖേനയും കണക്ട് ചെയ്യാനും ഫോണിലുള്ള വീഡിയോസ്, ഫോട്ടോസ്, ഡോക്യുമെന്റ്സ്, ഓഡിയോ തുടങ്ങിയവയെല്ലാം തന്നെ കമ്പ്യൂട്ടറിലേക്ക് കാണാനും കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാനും ഇനി കമ്പ്യൂട്ടറിൽ നിന്നും മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ ആകും. നമുക്ക് കമ്പ്യൂട്ടറിൽ ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ മൊബൈൽ മിറർ ചെയ്ത് കാണാനും സാധിക്കും. മൊബൈലിലെ നോട്ട്സ് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആക്കാനും പുതിയത് നമുക്ക് കമ്പ്യൂട്ടറിൽ തയ്യാറാക്കാനും അത് മൊബൈലിലേക്ക് സിങ്ക് ചെയ്യാനും സാധിക്കും. ഇവിടെയും നമുക്ക് AI ഉപയോഗിച്ചിട്ട് പാരഗ്രാഫ് റൈറ്റ് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും റീറൈറ്റ് ചെയ്യാനും എല്ലാം തന്നെ സാധിക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ നല്ലൊരു മികച്ച ക്യാമറ ക്വാളിറ്റി ഉണ്ട്, നല്ല രീതിയിലൊരു പെർഫോമൻസ് ഉണ്ട്. ഐക്യുവിൻ്റെ ഫോണുകളൊക്കെ തന്നെ അത്യാവശ്യം നല്ലൊരു ക്യാമറ ഉള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. ഇനി ഈ ഒരു ഫോണിൻ്റെ വിലയുടെ കാര്യം അത് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഫോൺ ലോഞ്ച് ആയിട്ടില്ല, അതുകൊണ്ട് വില അറിയില്ല. വില ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം, നിങ്ങൾ അതൊന്ന് നോക്കുക. പിന്നെ ഈ ഒരു ഫോണിൻ്റെ എന്തായാലും ക്യാമറ ക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും മറക്കാതെ ഈ ഒരു വീഡിയോക്ക് താഴെ മലയാളത്തിൽ തന്നെ ഒന്ന് കമൻറ്റ് ഇടുക. അതുപോലെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ മറ്റുള്ള അഭിപ്രായങ്ങൾ, ഐക്യു എന്ന ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അതൊക്കെ എന്തായാലും, അതുപോലെ സർവീസ് എങ്ങനെയുണ്ട് അവരുടെ സർവീസ്, ഇതൊക്കെ ഈ ഒരു വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.